2025 ക്യാൻ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരുപാട് താരങ്ങളാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ക്യാൻസിലെത്തുന്നത്. 2002 മുതൽ ക്യാൻസിലെത്തിയ ഐശ്വര്യ റായിയാണ് ഏറ്റവും കൂടുതൽ തവണ ക്യാൻസിലെത്തിയ ഇന്ത്യൻ താരം. ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ ക്യാൻസിന്റെ റെഡ് കാർപ്പറ്റിൽ തിളങ്ങുകയാണ് ലോകസുന്ദരി. ഐവറി നിറത്തിലുള്ള സാരി, കഴുത്തിൽ റൂബി പതിപ്പിച്ച നെക്ലസുകൾ, വിരലുകളിൽ സ്റ്റേറ്റ്മെന്റ് മോതിരങ്ങൾ. എന്നാൽ ഐശ്വര്യ റായ് ബച്ചന്റെ ഈ വർഷത്തെ ക്യാനിൽ ആദ്യ ലുക്കിൽ ശ്രദ്ധേയമായത് ഇതൊന്നും കൊണ്ടായിരുന്നില്ല. അവരുടെ നെറുകിലെ ചുവന്ന സിന്ദൂരത്തിലായിരുന്നു. ഒരു ഇന്ത്യൻ വധുവായി അണിഞ്ഞൊരുങ്ങിയാണ് ക്യാനിലെ റെഡ് കാർപ്പറ്റിൽ ഇത്തവണ ഐശ്വര്യ റായ് ബച്ചൻ ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തത്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച്, ഭീകരതയെ തുടച്ചു നീക്കണമെന്ന രാജ്യത്തിന്റെ നിലപാട് ലോകത്തെ അറിയിക്കുകയായിരുന്നു ക്യാനിലെ വേദിയിൽ ഐശ്വര്യ. ലോക സൗന്ദര്യ മത്സര വേദി മുതൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഐശ്വര്യ ക്യാനിലും ഇന്ത്യയുടെ സാംസ്കാരിക അംബാസിഡറായി മാറി. പ്രമുഖ ഡിസൈനർ മന്തീഷ് മൽഹോത്രയാണ് ഐശ്വര്യയുടെ വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൈകൊണ്ട് നെയ്ത കത്വ ബനാറസി കൈത്തറി സാരിയാണ് ഐശ്വര്യ ധരിച്ചിരുന്നത്. കൈകൊണ്ട് നെയ്ത ടിഷ്യൂ ഡ്രൈപ്പും ഒപ്പം സ്റ്റൈൽ ചെയ്തു. 500 ക്യാരറ്റ് മൊസാംബിക് റൂബി, അൺകട്ട് ഡയമണ്ട് എന്നിവ പതിച്ച 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളാണ് ഐശ്വര്യ അണിഞ്ഞിരുന്നത്. സ്റ്റേറ്റ്മെന്റ് മോതിരങ്ങളും ഒപ്പം ആക്സസറൈസ് ചെയ്തു. മുടി നേർരേഖയിൽ പകർത്തി സീമന്തരേഖയിൽ സിന്ദൂരമണിഞ്ഞു. 2002 ക്യാനിലെ റെഡ് കാർപ്പറ്റിൽ ഐശ്വര്യ റായ് ആദ്യമായി ചുവടുവയ്ക്കുന്നത്. ബോളിവുഡ് കിങ് ഷാരൂഖ് ഖാനും സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിക്കുമൊപ്പം മഞ്ഞ നിറത്തിലുള്ള സാരിയും സ്വർണ്ണ നിറത്തിലുള്ള ഹെവി ആഭരണങ്ങളും അണിഞ്ഞാണ് അന്ന് പ്രത്യക്ഷപ്പെട്ടത്.